ഒരു ടൈം കഴിഞ്ഞു, ഒരു യൂണിറ്റ് തീർന്ന് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ ഏറ്റവും വേഗത്തിൽ പോകുന്നത് മലയാളം സെക്കൻഡിൻ്റെ പാഠങ്ങളാണ്. കാരണം ഇത്രയും സ്പീഡിൽ ഒരു വിഷയവും എത്താൻ വഴിയില്ല. സത്യത്തിൽ ഏറ്റവും ചെറിയ പുസ്തകവും മലയാളം സെക്കൻഡാണ്. പ്രമേയത്തിന് പുതുമയൊന്നുമില്ല. അതിലെ കഥയ്ക്ക്, അതിലെ തീം ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രമേയം, അതിലെ കഥാതന്തു, മർമ്മം. വാർദ്ധക്യത്തിൻ്റെ പ്രശ്നമാണ്, അവഗണനയാണ്. സ്വന്തം മക്കൾ തന്നെ അവഗണിക്കുന്നത് വലിയ കഷ്ടമാണ്. മറ്റുള്ളവർ പ്രായം ചെന്ന് അവർ ഇഷ്ടമല്ല, സംസാരിക്കുന്നില്ല. ആരെങ്കിലും വന്ന ഉടനെ വന്ന കാര്യം പറഞ്ഞ് പ്രായമായവരോട് മിണ്ടാനും എടുക്കാനും അവരോടൊന്നും ഒരു കുശലം ചോദിക്കാനൊന്നും ഇരിക്കാനൊന്നും അവർക്ക് നേരെയില്ല. അവരെ ഇറങ്ങി പോകും. അത് ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം വീട്ടിലുള്ള അംഗങ്ങൾ, മക്കൾ അവരെ അവഗണിക്കുന്നത്, കൊച്ചുമക്കൾ ദേഷ്യപ്പെടുന്നത് എന്നാലോചിച്ച് നോക്കാം. അപ്പോൾ തലമുറകൾ മാറുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം, കുടുംബങ്ങളിൽ നേരിടുന്ന വിഷയം. ഇപ്പോൾ നാടെ ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ സിനിമ വന്നല്ലോ, കണ്ടില്ലേ? ഇന്നലെ ഞാൻ നോക്കിയായിട്ട് കുടുംബ ബന്ധങ്ങളുടെ നല്ലൊരു നല്ലൊരു തീം എനിക്കിഷ്ടപ്പെട്ടു. ഏത് സിനിമയാണ്? വെരി ഗുഡ്, സഹറ. പെട്ടെന്ന് മനസ്സിലായില്ലേ? അതെ, നമ്മൾ ഈ കുടുംബവും ബന്ധങ്ങളെ പറ്റി ആയിരുന്നല്ലോ ചർച്ച ചെയ്തുകൊണ്ട് വന്നത് മൊത്തവും. ഈ ഓണക്കാലത്തും തൊട്ട് മുമ്പുള്ള പാഠങ്ങളെല്ലാം കുടുംബ ബന്ധം, കൂടുമ്പോൾ ഇമ്പമുള്ളത്. എത്ര അന്വർത്ഥമാക്കിയ സിനിമ ഹോം. ഇന്ദ്രൻസിന്റെ ആ കഥാപാത്രം, ഇന്ദ്രൻസ് എന്നല്ല, അതിലെ എല്ലാ കഥാപാത്രങ്ങളും കൊള്ളാം. നല്ല സെലക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കവിത, അമ്മത്തൊട്ടിൽ എന്ന കവിത. അമ്മയും കൊണ്ട് മകൻ പോവുകയാണ്. എവിടെ പോകുന്നു ജ്വാല? അമ്മയും കൊണ്ട് മകൻ എവിടെ പോകുന്നു? അമ്മയെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോവുകയാണ്. എന്തൊരു നല്ല മകൻ. വയസ്സി എന്ന അമ്മയെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്നു. ഒരു പാഴ്വസ്തു, വീട്ടില് പാഴായ വേസ്റ്റായ സാധനം റോഡിലേതെങ്കിലും മൂലയിൽ ഇരുട്ടത്ത് കൊണ്ട് കളയും പോലെ പെറ്റമ്മയും കൊണ്ട് പോകുന്നൊരു മകൻ. വല്ലാത്തൊരു കാഴ്ചയാണ്. കേരളം നേരിടുന്ന ഒരു വെല്ലുവിളി പല വാർത്തകൾ നമ്മൾ കാണുന്നതാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ, പ്രമേയം തീമിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷെ ഇത് കവി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ള അല്ലെ, വികാര തീഷ്ണതയുടെ ഹൃദയസ്പർശിയായ ചില പ്രയോഗങ്ങൾ. കവിത അവിടെയാണ് വിജയിക്കുന്നത്. അതാണ് കവിതയുടെ പ്രത്യേകത. വിഷയം എന്തുവാട്ടെ, വിഷയം പ്രാധാന്യമുള്ള വിഷയമാണ്, പുതുമയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവതരണ രീതി അല്ലേ, വീട്ടിൽ നിന്ന് അമ്മയും കൊണ്ട് ഇറങ്ങുന്നു, പിൻസീറ്റിൽ കൊണ്ടിരുത്തുന്നു, ഒരു ദൃശ്യം പോലെ, ഒരു സിനിമ പോലെ നമുക്കതിനെ കാണാം. ഓരോരോ രംഗം. ഒന്നാമത്തെ രംഗം, വീട്ടിൽ നിന്നിറങ്ങുന്നു, അമ്മയെ കാറിലേക്ക് കയറ്റി ഇരുത്തുന്നു, നേരെ ഇരുത്താൻ ശ്രമിക്കുന്നു, അമ്മ നേരെ ഇരിക്കുന്നില്ല. ഓക്കെ, ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. മകൻ അമ്മയെ നേരെ ഇരുത്താൻ, സീറ്റിൽ നേരെ ഇരുത്താൻ ശ്രമിക്കുന്നു. ആര്? മകൻ. നേരെ. എന്ത് നേര്? നേരുള്ളവനാണോ യവൻ? കവിത നിസ്സാരമല്ല. അതാ ഞാൻ പറയുന്നത്, കവിതയിലെ ചില പദങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ചിന്തിച്ച കറക്റ്റാണ്. യവന്റെ നേരല്ല അമ്മയുടെ നേര്. നേരെ എന്ന് മകൻ ഉദ്ദേശിച്ചത്, അവന്റെ നേരെ, അവന്റെ രീതിക്ക് അമ്മയ്ക്ക് എങ്ങനെ വരാൻ പറ്റും? നേരെന്നെറിയും കെട്ടവന്റെ നേരെന്ത്? നേരെ ഇരുത്താൻ നോക്കുന്ന ബെസ്റ്റ് മകൻ. നേരെ എങ്ങനെ, എന്തോ ഈ നേരെ? അമ്മ ഓരഞ്ചരിഞ്ഞ്, അമ്മയുടെ ഒരു ഇഷ്ടത്തിന്, അമ്മയുടെ ഒരു സുഖത്തിനൊന്ന് ചരിഞ്ഞ്, ഓരഞ്ചരിഞ്ഞ് മടങ്ങി ഒതുങ്ങി ഇരുന്ന്. അമ്മയ്ക്ക് അമ്മയുടേതായ ചില ഇഷ്ടവും അല്ലെ, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ചില രീതികളുണ്ട്. അപ്പം അമ്മ അങ്ങനെ ഇരിക്കുന്ന രംഗം. കാറ് യാത്രയാകുന്നു, മകന് ലക്ഷ്യമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. വണ്ടി അവിടെ എത്തി. ആദ്യം എവിടെ? തെരുവില് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. കച്ചവട സ്ഥാപനങ്ങളുടെ
കൂറ്റൻ കെട്ടിടങ്ങളുടെ ഇടയിലേക്ക്, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അമ്മയെയും കൊണ്ട് മകൻ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഞാൻ പറഞ്ഞ ഒരു സിനിമയിലെ ഒരു സീൻ പോലെ നമുക്ക് വേണേ തോന്നും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സീൻ. അടുത്തത് നമ്മൾ കാണുന്നത് കാർ വന്ന് നിൽക്കുന്നു, വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ തെരുവിലെ, പട്ടണത്തെ പറ്റിയൊക്കെ ഒരു സൂചനയുണ്ട്. രാത്രിയായി, ഇരുട്ടായി, വിളക്കുകളൊക്കെ അണയാൻ തുടങ്ങുന്നു. വിജനമായി തെരുവീതി. ഇപ്പോൾ വിജനമായി തെരുവീതികൾ. നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായി ഇറക്കിയാൽ എന്താ? ഈ പെരിയമാളിന്റെ രണ്ട് വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. പെരിയമാളെന്ന് ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റിൽ പെരുമാളെന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കവിത എങ്ങനെയാണ്? ചില വാക്കുകൾ നമ്മൾ ട്വിസ്റ്റ് തിരിച്ചു വിടും. നമ്മളെ പെരിയമാളിന്റെ മുന്നിൽ ഇറക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ അർത്ഥമേ ഉള്ളൂ. വലിയ കൂറ്റൻ കെട്ടിടത്തിന്റെ, വലിയ നിലകളായിട്ട് കിടക്കുന്ന കച്ചവട സ്ഥാപനം, പെരിയ മാള്, വലിയ കെട്ടിടം. ബ്രാക്കറ്റിലെ പെരുമാളെന്നൊരു വാക്ക്, ആ പെരിയ മാളിനെ ഒന്ന് കൂട്ടിപ്പിടിച്ചു. പെരുമാൾ, ആ കറക്റ്റ് ആണല്ലോ. അതിനെന്തോ, എന്തിനാ അങ്ങനെ കൂട്ടി ബ്രാക്കറ്റിൽ അങ്ങനെ എഴുതി? എന്തിനാ? അത് ഭാഷാപദത്തിന്റെ പ്രത്യേകത, ഭാഷയുടെ പ്രത്യേകതയാണ്. പെരിയമാളെന്ന് ഒരുമിച്ച് പറഞ്ഞപ്പോൾ അർത്ഥം പെരിയമാളെന്ന് രണ്ടായിട്ട്, പെരുമാളെന്ന് ഒരുമിച്ച്. പെരുമാളെന്ന് പറഞ്ഞപ്പോഴോ വേറൊരു അർത്ഥം വന്ന വാക്കിന്. പെരുമാൾ, ദൈവം, ചക്രവർത്തി, തമ്പുരാൻ, ഈശ്വരൻ, രാജാവ്, അങ്ങനെയൊക്കെ അർത്ഥമുള്ളൊരു വാക്കാത് പെരുമാളെന്ന് പറഞ്ഞ. പെരുമാൾ. അപ്പോ ഈശ്വരൻ എന്നുള്ളത്, ഈ കൂറ്റൻ കെട്ടിടങ്ങൾ ഈശ്വരൻ. ശരിയല്ലേ? അവരല്ലേ ഇപ്പോഴത്തെ ദൈവങ്ങൾ. എല്ലാത്തിനും നമ്മൾ ഓടിയെത്തുന്ന തമ്പുരാക്കന്മാർ അവരല്ലേ? അവരുടെ മുന്നിലല്ലേ നമ്മൾ ഓടി ചെല്ലുന്നത്? എന്ത് വേണമെങ്കിലും, സൂപ്പർ മാർക്കറ്റുകൾ, എന്തും തിരഞ്ഞെടുക്കാം, ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ പെരുമാളെന്ന് പ്രയോഗിച്ച ആ പദപ്രയോഗം നോക്കുക. അവിടെ പക്ഷേ അമ്മയെ ഉപേക്ഷിച്ചോ? പെരിയമാളിന്റെ ആ കടയുടെ സമീപത്ത് അമ്മ ഇറക്കിയോ? ഇല്ല. മാളിന്റെ സമീപത്ത് അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് ചെന്നപ്പോൾ പട്ടികൾ ഇല്ല, പട്ടി, പെറ്റുകിടന്ന തെരുവില് പ്രസവിച്ച് കിടന്ന പട്ടിയാണ്, കുഞ്ഞുമായി കിടക്കുന്ന പട്ടിയാണ്. അത് പ്രത്യേകത തരം പട്ടിയാണ്. പെറ്റുകിടക്കുന്ന പട്ടിക്ക് ശൗര്യം കൂടുതലാണ്. അതിന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്ന് ഇങ്ങോട്ട് ആക്രമിക്കുക. നമ്മൾ അങ്ങോട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും കുരച്ചുകൊണ്ട് ചാടി വരും. അത് ചാടി കുതിക്കും. റബ്ബർ പട്ടി ആയതുകൊണ്ട് അങ്ങനല്ല, അത് പെറ്റുകിടക്കുന്ന പട്ടിയായതുകൊണ്ട് ശൗര്യമുണ്ടാകും. പാതിരാത്രി സമയത്ത് ഇങ്ങനെ കയറി ചെന്നപ്പോൾ അമ്മയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ പട്ടി ചാടി കുരച്ച് കുതിച്ചുകൊണ്ട് വരും. എന്തൊരൂറ്റം അതിന്! തെരുവ് പട്ടിക്കെന്തൊരൂറ്റം! പെട്ടെന്ന് അമ്മയും കൊണ്ട് അവിടുന്ന് തലമിട്ടു, കടിച്ചു പറിച്ചു. അമ്മയും മോനെയും ചിലപ്പോൾ കടിച്ചു പറിച്ചു പട്ടി. അപ്പോൾ അതിൻ്റെ ആ തെരുവ് പട്ടിയുടെ ആ ഒരു പ്രത്യേകത അവിടെ കവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. ആ പട്ടിയുടെ സ്നേഹം നോക്കുക, കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അതിൻ്റെ ആ ഒരു ആവേശം, കുഞ്ഞിനോടുള്ള സ്നേഹം, അമ്മയുടെ സ്നേഹത്തിൻ്റെ ഉദാഹരണം കാണിക്കുന്നു. ഇവിടെ മകൻ മറന്നുപോയ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെ സ്നേഹം എത്ര വലുതായിരുന്നു, കുട്ടിക്കാലത്ത് യവനെ എങ്ങനെ സംരക്ഷിച്ച് വളർത്തിയ അമ്മയാണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ, ഒരു സൂചനയിലൂടെ ആ പട്ടിയുടെ കുരച്ച് ചാടുന്ന ആ ചാട്ടത്തിലുണ്ട്. ആ കുരയ്ക്കലിന് തന്നെ ഉണ്ട് അർത്ഥം. തള്ളയും എടുത്തോണ്ട് പോടാന്ന്. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഉദാഹരണം. അതുകൊണ്ട് അമ്മയെ അവിടെ ഉപേക്ഷിക്കാൻ അവന് കഴിയുന്നില്ല. എന്തായാലും അമ്മയുടെ സ്നേഹമുണ്ട്. പട്ടിയുടെ മുമ്പ് ഇട്ടിട്ട് ഓടിയില്ലല്ലോ. അമ്മയെ തിരിച്ച് ഇപ്പോൾ കാറിൽ കയറ്റി രണ്ടാമത്തെ സ്ഥലത്തേക്ക്, തിരിച്ച് വീട്ടിലേക്കല്ല. അവനെന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയതാണ്. ഭാര്യയുടെ വാക്കും കേട്ടിറങ്ങിയതാണ്. അത് നടത്തിയിട്ടേ പോകാൻ പറ്റൂ.
അപ്പോൾ അമ്മയെ കളയാൻ പറ്റിയ അടുത്ത സ്ഥലം അവന് പെട്ടെന്ന് ഓർമ്മ വരുന്നു. എവിടെ? രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുന്നു. അതെവിടെയാ? ജില്ലാശുപത്രിക്ക് സമീപത്തെത്തുന്നു. അവിടെ വെച്ച് എന്തുണ്ടായി? സോനാരാജ് ജില്ലാശുപത്രിക്ക് അവിടെ എന്തോ സംഭവിച്ച? ജില്ലാശുപത്രിക്ക് അടുത്ത് വെച്ച് കട തുറന്നിരിക്കുന്നു. അധികം ആളൊന്നുമില്ല. പിന്നെ ഇരുട്ടല്ലേ വേണ്ടത്? കാര്യം സാധിക്കാൻ പറ്റിയ സ്ഥലം, ഇരുട്ട് മൂടിക്കിടക്കുന്ന സ്ഥലമുണ്ട്. കൊള്ളാം, വെരി ഗുഡ്. എന്നിട്ട് അമ്മയോട് ഇട്ടോ? എന്താ സംഭവിച്ചേ? അതാണ് എനിക്കറിയേണ്ടത്, ഞങ്ങൾക്ക് കേൾക്കേണ്ടത് അതാ. പടികളിൽ എന്തോ തടഞ്ഞു. കാല് തട്ടി തടഞ്ഞു. അപ്പോഴോ പെട്ടെന്ന് മനസ്സിലൂടെ എന്തോ കടന്നുപോയി. എന്തുവാ? പണ്ടു പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് അപ്പടി ഓരോന്നു കേറി കിതച്ചതും. നോക്കുക, പണ്ട് തന്നെ പനിച്ചു വിറയ്ക്കുന്ന ചുട്ടു പൊള്ളുന്ന പനി പിടിച്ച മകനെ താങ്ങിയെടുത്ത് വയ്യെങ്കിലും അന്നത്തെ അമ്മ, ഇന്നത്തെ ഈ ചുള്ളിക്കമ്പുകളുടെ കൈ ഉണങ്ങി ചുളിഞ്ഞ വൃദ്ധസ്ത്രീ അല്ല. തൻ്റെ കുഞ്ഞു മകന് പനി വന്ന് വല്ലാതെ ആയപ്പോൾ ആ മകനെയും താങ്ങിയെടുത്തുകൊണ്ട് ജില്ലാശുപത്രിയുടെ ഈ പടികൾ ഓടിക്കയറിയ രംഗം അവൻ ഓർമ്മ. അത്ര കൊച്ചൊന്നുമല്ല, അവനല്ല ഓർമ്മയുള്ള സമയത്താ പനി പിടിച്ച തന്നെ താങ്ങി വാരിയെടുത്തോണ്ട് ഓടിയ രംഗം അമ്മ. ആശുപത്രി ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടിരുന്നത്. ഡോക്ടർ മരുന്ന് കുറിച്ച് ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പം അപ്പുറത്തെ നഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ വെക്കും. തൻ്റെ അസുഖം മാറാൻ, തൻ്റെ വേദന മാറാൻ, തൻ്റെ പ്രാണനെ സംരക്ഷിക്കാൻ അമ്മ ഓടിയ ഓട്ടം അവൻ ഓർത്തുപോയി. ഈ പടി കയറിയ അന്ന് അമ്മ ഓടിയത്. മാത്രമോ അന്നത്തെ സൂചി പ്രയോഗം, ആ പ്രയോഗം ഇന്നും നമുക്കും പേടിയാ. സൂചി, ഇഞ്ചക്ഷൻ. അതുപോലൊന്ന് ഇപ്പോൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പടിയിൽ കാല് തടഞ്ഞപ്പോൾ അമ്മയും കൊണ്ട് ഇറങ്ങാനൊരുങ്ങി അവൻ്റെ കാല് പടികളിൽ തട്ടി തടഞ്ഞു. മുറിഞ്ഞോന്തോ വേദനിച്ചു. അപ്പോൾ അന്നത്തെ വേദന പോലൊരു വേദന മനസ്സിലൂടെ കയറിപ്പോയി. കുറ്റബോധത്തിൻ്റെ, സങ്കടത്തിൻ്റെ, എന്തൊക്കെയോ ചില നൊമ്പരങ്ങളുടെ, ആത്മനൊമ്പരങ്ങളുടെ ഒരു വേദന, അന്നത്തെ സൂചിയുടെ വേദന പോലൊരു വേദന ഇന്ന് അവൻ്റെ ഹൃദയത്തിലൂടെ അപ്പോൾ കടന്നുപോയി. പെട്ടെന്ന് അവിടുന്ന് അമ്മയും കൊണ്ട് തിരിക്കുകയാണ്. പറ്റുന്നില്ല. മനസാക്ഷിക്കുത്ത് നമ്മൾ പറയും അല്ലേ? സാധാരണ നമ്മൾ പറയുന്നൊരു വാക്കാണല്ലോ മനസാക്ഷിക്കുത്ത്. തൻ്റെ അസുഖം മാറാൻ, തൻ്റെ പ്രാണൻ രക്ഷിക്കാൻ അമ്മ ഓടിയ ഓട്ടം. താൻ ഇന്നിതാ അതേ സ്ഥലത്ത് പെറ്റതള്ളയെ ഉപേക്ഷിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. എത്രയ്ക്കായാലും അവനൊരു മകനല്ലേ, മനുഷ്യനല്ലേ, മജ്ജയും മാംസവും ഉള്ളവനല്ലേ. മനസ്സിലൂടെ ഒരു സൂചി കയറിപ്പോയി. തിരിച്ചിറങ്ങി കാറിൽ കൊണ്ട് അമ്മയെ ഇരുത്തുന്നു. കാറ് മുന്നോട്ടെടുക്കുന്നു. കാറ് പാഞ്ഞ് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂന്നാമതായി എത്തിയത്. എവിടെയാ എത്തിയത്? വിദ്യാലയമുറ്റത്ത്. ബെസ്റ്റ്. വീണ്ടും തെരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. ഇവന് വേറെ ഏതൊരു സ്ഥലമൊന്നും കിട്ടിയില്ലയോ കൊണ്ട് കളയാ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇരുട്ട് മൂടിക്കിടക്കുന്ന വിദ്യാലയം, പാതിരാ കഴിഞ്ഞ സമയം, ആളും അനക്കവും ഉണ്ടോ? ഇരുട്ട് മൂടിക്കിടക്കും. ആകെ അവിടെ ഒരേ കക്ഷികളെ, കുറച്ചു പേരുണ്ട് അവിടെ. അവരവിടെ ഓടി കളിക്കുന്നു. ഏകാന്തത, കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്നു. ആര്? കുട്ടി ഏകാന്തത. തിരിച്ചിടൂ. ഏകാന്തത കുട്ടികൾ, ഏകാന്തത കുഞ്ഞുങ്ങൾ.
അവർ നോക്കിയപ്പോൾ ആരും ഇല്ലാത്ത സമയം, പാതിരാത്രി സമയം, അവരെല്ലാം കൂടെ വന്ന് കണ്ണുകുത്തി കളിക്കുന്നു. ആര്? കുട്ടി ഏകാന്തത. ഓ, ഇത്ര മനോഹരമായ പ്രയോഗം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കവിതയുടെ ആ ചന്തം ഒന്ന് ആലോചിച്ച് നോക്കേ. ഏകാന്തത കുട്ടികൾ. ഏകാന്തതയോ? അതെന്തുവാ ഏകാന്തത എന്ന് പറഞ്ഞോ? ഒന്നുമില്ലാത്ത ഒറ്റയ്ക്കായ അവസ്ഥ, മറ്റാരുമില്ല, നിശബ്ദത, ഏകാന്തത എന്നൊക്കെ പറയുന്നത്. ആരുമില്ലാത്ത അവസ്ഥയെ കുട്ടികളോട് ഉപമിച്ചിരിക്കുന്നു. അവർ കുട്ടികളായിട്ട് അങ്ങ് മാറി. ഏകാന്തതയെ കുട്ടികളായി. വിദ്യാലയം കുട്ടികളില്ലെങ്കിൽ പിന്നെ വിദ്യാലയം ഇല്ലല്ലോ. ഇപ്പൊ പകലും അല്ലാതെയുള്ള കുട്ടികൾ പഠിക്കാൻ വരും, രാത്രി ഇതാ ഏകാന്തത കുട്ടികൾ അവർ കളിക്കുന്നു. പകല് കുട്ടികൾ കളിച്ച മുറ്റത്ത് രാത്രി ഏകാന്തത കളിക്കുന്നു. ഏകാന്തത, നിശബ്ദത, ആരുമില്ലാത്ത വിജനമായ അവസ്ഥയെ വിദ്യാലയമായതുകൊണ്ട് അതിനെപ്പോലും കുട്ടികളായിട്ടാണ് റഫീഖ് അഹമ്മദ് അവതരിപ്പിക്കുന്നത്. അവരോടിക്കളിക്കുന്ന ഏകാന്തത, നിശബ്ദ, തികഞ്ഞ ഏകാന്തത എന്ന് കാണിക്കാനാണ് ഈ പ്രയോഗം. പക്ഷെ വിദ്യാലയമായതുകൊണ്ട് അതിനെയും കുട്ടികളായിട്ട് സങ്കല്പിക്കുന്നു. അവിടേക്കാണ് അമ്മയും കൊണ്ടുവരുന്നത്. പെട്ടെന്ന് ഇവനും പറഞ്ഞ കറക്റ്റാ. പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ ആശയം പറഞ്ഞത്. ഏത്? ബാല്യത്തിലെ ഓർമ്മകൾ വരുന്നു. കുട്ടിക്കാലത്ത് വിദ്യാലയത്തിലെത്തിയ ഓർമ്മകൾ. പഠിക്കാൻ അമ്മ കൊണ്ടുവന്നത്, നിർബന്ധിച്ച് ശാഠ്യം പിടിച്ച് കുതറിയും കരഞ്ഞും നിലവിളിച്ചും ശാഠ്യം പിടിച്ചും എത്തിയ വിദ്യാലയം. ഉച്ചയാവോളം അമ്മ ആ മതിൽക്കെട്ടിനപ്പുറത്ത് ഒളിച്ചു മാറിയിക്കുക, പാത്തിക്കുക, ഒളിച്ചിരിക്കുക. മകൻ പഠിക്കാൻ വേണ്ടി അമ്മ അവിടെ മാറി നിൽക്കുന്നു. ഇവൻ പഠിക്കാൻ വേണ്ടി ആ തള്ള എന്തുമാത്രം ആഗ്രഹിച്ചു, അതിന് എന്തുമാത്രം സാഹസപ്പെട്ടു. യവനെ നിർബന്ധിച്ച് വലിച്ചു പിടിച്ചു, ഇടയ്ക്കൊരു പിച്ചും ഒക്കെ കൊടുത്തു, പിച്ച് ഒരു നുള്ളൊക്കെ കൊടുത്തു. ആ അമ്മ ഈ കൈകൾ കൊണ്ട് അപിച്ചത്, ഈ കരിഞ്ഞ ചുള്ളിക്കമ്പ് അല്ലേ, കൈച്ചുള്ളി, ഇങ്ങനെയായിരുന്നല്ലോ കവിതയിലെ പ്രയോഗം, കൈച്ചുള്ളി. അവനറിയാവുന്ന തിരിഞ്ഞു നോക്കി പോവുക. കരിഞ്ഞൊരു കൈകൾ. ഈ കൈകൾ അന്ന് തന്നെ തൂക്കിയെടുത്ത് വിദ്യാലയത്തിൽ സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്, തന്നെ പിച്ചിയത്, പഠിക്കാൻ നിർബന്ധിച്ചത് ഇല്ലേ. ആ പിന്നെ പിണങ്ങാതിരിക്കാൻ മിഠായിയൊക്കെ പഠിച്ചെന്നു. നാരങ്ങ മിഠായി, ബലൂൺ, പരിപ്പുവട, എന്തെല്ലാം പഠിക്കാൻ തനിക്ക് താൻ പഠിച്ച് നന്നാകണമെന്ന് ഈ അമ്മ ഇത്രമാത്രം ആഗ്രഹിച്ചു, എന്തുമാത്രം വാശി പിടിച്ചു താൻ പഠിക്കാൻ വേണ്ടി. ഒന്നുമില്ലാത്ത തനിക്കെല്ലാം ഉണ്ടായത് ഈ പഠിത്തത്തിലൂടെ, ഈ അറിവിലൂടെ, ഈ വിദ്യാലയത്തിന്റെ പടികൾ കയറിപ്പോയ തനിക്ക് പിന്നീട് എന്തെല്ലാം നേടി ഇല്ലേ. ജോലി കിട്ടി, വലിയ വീടും സൗകര്യവും കാറും, ഭാര്യ, വലിയ വീട്ടിലെ ഭാര്യ, പെണ്ണുമ്പിള്ളയൊക്കെ ആയി, സൗകര്യങ്ങളെല്ലാമായി. ഈ പഠിത്തത്തിലൂടെയല്ലേ നേടിയത്, ശരിയല്ലേ? അതെ. പക്ഷേ ഒരു കാര്യം കിട്ടിയില്ല. പഠിത്തം കിട്ടിയെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഫുൾ A+, ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, റാങ്ക്, അടിപൊളി, സർട്ടിഫിക്കറ്റിലെല്ലാം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആളിന്റെ വിവരമില്ല. വിവരം, വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല, സാമാന്യ ബോധമില്ല, സാമൂഹിക ബോധമില്ല. ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, ബന്ധങ്ങളോട് എങ്ങനെ പെരുമാറണം, തന്നെ വളർത്തിയ, താനാക്കി മാറ്റിയ തൻ്റെ പ്രിയപ്പെട്ടവർ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അയൽക്കാർ, പ്രിയപ്പെട്ടവർ, അവരോടൊക്കെയുള്ള കടപ്പാടും കാര്യങ്ങളൊക്കെ മറന്നിട്ടെല്ലാം മറന്ന് ഇതെല്ലാം തൻ്റെ എന്തോ പ്രത്യേകത കൊണ്ട് കിട്ടിയതാണ് എന്ന് കരുതി പോകുന്ന പുതിയ തലമുറ. അത് പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് അതായിപ്പോയി മകൻ. പഠിച്ചെങ്കിലും വിവരമില്ലാതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ തള്ളയും കൊണ്ട് ഇറങ്ങൂ. അവനെ ഈ നിലയിലെത്താൻ ത്യാഗം സഹിച്ച, കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ച ആ തള്ളയെ ഈ പാതിരാത്രിയിൽ വലിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുകൊണ്ട് അവൻ ഇറങ്ങുമോ? ഒന്നാലോചിച്ചു. ഇല്ല, ഒരിക്കലും ഇറങ്ങില്ല. നമ്മൾ ഒരിക്കലും ആ മകന്റെ പക്ഷത്ത് നിൽക്കാൻ ഒക്കില്ല. അതിലൊരു നന്മയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മനുഷ്യപ്പറ്റില്ലാത്ത മകനെ. പക്ഷേ അവന്റെ ഉള്ളിലെ നന്മയുണ്ട്. അതാണ് ഈ 3 നമ്മൾ കാണുന്നത്. എവിടൊക്കെ? ആദ്യം മാളിന്റെ മുന്നിൽ
പട്ടി കുരച്ചു കയറിയപ്പോൾ ഞാനത് സൂചിപ്പിച്ചു. എന്തുവാ, പട്ടിയുടെ മുന്നിൽ അമ്മയെ ഇട്ടുകൊടുത്തില്ലല്ലോ. ആ ഇരുട്ടത്ത് അമ്മയെ ആശുപത്രിയുടെ കോണിൽ, ഇരുണ്ട കോണിൽ, ഇരുട്ടിൽ അവിടെ തള്ളിക്കളഞ്ഞില്ലല്ലോ. മൂന്നാമതിതാ വിദ്യാലയത്തിലും അമ്മയെ ഉപേക്ഷിക്കുന്നില്ല. ആ ബാല്യം, തനിക്ക് അറിവ് പകരാൻ വേണ്ടി മതിലിനപ്പുറം മറഞ്ഞു നിന്ന മാതാവിനെ മകൻ ഓർമ്മിക്കുന്നു. നേരത്തെ ഇല്ല, സൂചി കൊണ്ടുള്ള നീറ്റൽ കയറിയതുപോലെ അവൻ്റെ മനസ്സിൽ കുറ്റബോധം. ബാല്യങ്ങളുടെ ആ ഓർമ്മകൾ. ഈ ബാല്യകാലം എത്ര ഇല്ലേ, എത്ര സന്തോഷം നിറഞ്ഞ ആ കാലം തന്ന തൻ്റെ അമ്മ കഴിയുന്നില്ല അമ്മയും കൊണ്ട് അവിടുന്ന് പോവുക. അവസാനമായി നാലാമത്തേതായി എത്തുന്നു. എവിടെ? കോവിലിന് മുന്നിൽ. കോവിലിന് മുന്നിൽ ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. ആര്? അമ്മ പണ്ട് ശല്യം ചെയ്യുമായിരുന്നു. ഡാ എന്നെ ഒന്ന് കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് ആ അമ്പലത്തിന്റെ അടുത്ത് തന്നെ എത്തിയത്. വണ്ടി അവിടെ തന്നെ എത്തുകയും ചെയ്തു. ഒക്കെ യാദൃച്ഛികമാണോ എന്തോ. അമ്മ പണ്ട് ആഗ്രഹിച്ച അതേ അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ അമ്മയെ കളയാൻ കൊണ്ടുവന്നു. എത്ര വൈചിത്ര്യം അല്ലേ, വിരോധാഭാസം നമ്മൾ പറയുന്ന ചില വാക്ക. എത്ര വൈചിത്ര്യമായിരിക്കും വിധിയുടെ വിളയാട്ടം. അമ്മ ആഗ്രഹിച്ചത് മകൻ സാധിച്ചു. കണ്ടോ, അമ്മയുടെ ഇഷ്ടം മകൻ സാധിച്ചു കൊടുത്തു. ഇപ്പൊ അമ്മ പറഞ്ഞിട്ടല്ല, അമ്മ പറയാതെ തന്നെ അമ്മ ആഗ്രഹിച്ച അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നു. പക്ഷെ എപ്പോഴാ? സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെ അമ്മ പറഞ്ഞിട്ടും കേൾക്കാത്തതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബുദ്ധി കെട്ട് കരിന്തിരിയാളി. ബുദ്ധി കെട്ട്, ബുദ്ധിയൊക്കെ പോയി, ഓർമ്മയൊക്കെ പോയി. പാവം കരിന്തിരി ആളുകയാണ്, കരിന്തിരി കത്തുകയാണ്. അങ്ങനെ എണ്ണ തീരുമ്പോൾ കുറച്ചു നേരം പുകഞ്ഞു കത്തും. അതിനെയാണ് കരിന്തിരി എന്ന് പറയും. എണ്ണ വറ്റിക്കഴിഞ്ഞു, തീർന്നു, ആ തിളക്കം തീർന്ന അവസാനം കരിഞ്ഞ് അണഞ്ഞ് പോകുന്ന അവസ്ഥ. ആ അവസ്ഥ, അവസാനത്തെ ആ അവസ്ഥയ്ക്കാണ് കരിന്തിരി കത്തുക എന്ന് പറയും. അപ്പൊ അമ്മ ഇപ്പൊ ആ അവസ്ഥയാ. വാർദ്ധക്യത്തിന്റെ അവസാനമായി, ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു, തീരാറായി, വിളക്കണയാൻ പോവുകയാ. അവസാനത്തെ ആളിക്കത്തൽ എന്നൊക്കെ പറയും. അണയുന്നതിന് തൊട്ട് മുമ്പൊന്ന് വിളക്കൊന്നു പ്രകാശിക്കും, ജ്വലിക്കും. അതാണ് അവസാനത്തെ ആളിക്കത്തൽ. പിന്നെ കാണാൻ ഇപ്പൊ കരിന്തിരി കത്തുന്ന സമയമാണ് അമ്മയുടെ. ഇപ്പൊ വാർദ്ധക്യത്തെ സൂചിപ്പിക്കാൻ നല്ലൊരു പദവും അവിടെ പ്രയോഗിച്ചു. പിന്നെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് സ്വയം ബുദ്ധി കെട്ടു. അങ്ങനെ ആവുന്നതുവരെ, ഇങ്ങനെ ആകുന്ന സ്റ്റേജ് വരെ അമ്മ പറയുമായിരുന്നു എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. പിന്നീട് അമ്മ പറഞ്ഞിട്ടില്ല. കാരണം അമ്മ മറന്നുപോയി, അതൊക്കെ മറന്നുപോയി. അമ്പലത്തിൽ പോകണം, കോവിലിൽ പോകണമെന്നൊക്കെയുള്ള ആഗ്രഹം പിന്നെ പറയാറില്ല. ഇപ്പൊ ദാണ്ട മകൻ ഓർമ്മ വന്നു, മകൻ അവിടെ തന്നെ കൊണ്ടുവന്നു. എന്തായാലും അമ്മയെ അവിടെ ഉപേക്ഷിച്ചോ? ഇല്ല, അമ്മയെ അമ്പലത്തിന്റെ മുന്നിൽ ഉപേക്ഷിക്കുന്നില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എന്തായാലും ആശയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തല്ലേ, താങ്ക് യു. മറ്റുള്ളവർക്കും പറ്റുകയൊക്കെ ചെയ്യും. അലസതയാണ്, അശ്രദ്ധ കാണിക്കുന്നത് കൊണ്ടാ. നിസ്സാരമായൊരു ചോദ്യമായിരുന്നു, പഠിച്ചു കഴിഞ്ഞ പാഠമാണ്. ശരിയാവില്ല. കുറച്ചുകൂടെ ഒക്കെ ഒരു ഗൗരവം കാണിക്കണം നിങ്ങൾ. 10ാം ക്ലാസ്സുകാരാണ്. നിസ്സാരമായൊരു ചോദ്യമല്ലേ ഞാൻ ചോദിച്ചേ. അവിടെ എന്താ സംഭവിച്ചേ? അമ്പലത്തിന് മുമ്പിൽ എന്താ സംഭവിച്ചേ? ആക്ഷി പറഞ്ഞ സിമ്പിൾ അല്ലേ. അവിടെ ചെന്നപ്പോ ഈശ്വരൻ ഇറങ്ങി പോകുന്നു. ഈശ്വരനെ കാണാനൊക്കെ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പള്ളിയിലോ അമ്പലത്തിലോ പോകുമ്പോൾ ഈശ്വരൻ അവിടെ ഇരിക്കുന്ന സൈഡിലൊക്കെ മാറി നിൽക്കുന്നതും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റഫീഖ് അഹമ്മദ് എത്ര സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞു നോക്കൂ. പക്ഷെ നമുക്കറിയാം അത് സത്യമൊന്നുമല്ല. അങ്ങനെ ഒരിക്കലും കാണാനൊന്നും കഴിയില്ല ഈശ്വരനെ. അതും യവന്. അവൻ കണ്ടുവെങ്കിൽ അത് അവൻ്റെ ഉള്ളിലെ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്നു. അത് വ്യക്തം. നമുക്ക് കവിത ഇത്രയും വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ നിഴല് എന്തോ ഒരു നിഴല് പോലെ അവന് തോന്നിക്കാണും. കാറ്റിൻ്റെ ലൈറ്റ്, കാറിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ മറ്റോ തട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു നിഴല് പോലെ ഇങ്ങനെ മാഞ്ഞു പോകുന്ന പോലെ തോന്നിക്കാണും. ഒന്നിങ്ങനെ നീങ്ങിയത് പെട്ടെന്ന് തോന്നിയത് ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാൻ ഇറങ്ങിയോ.
അപ്പോൾ ആ വരി നമുക്ക് മനസ്സിലാവും, ശരി, ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയെന്ന്. നമ്മളൊക്കെ പെരയ്ക്കകത്തിരിക്കുമ്പോഴേ ചൂട്, ഉഷ്ണം സഹിക്കുക വയ്യാതെ പറയുമ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കാറ്റ് കൊള്ളാമെന്ന് ഒന്ന് റിലീഫ് ഇല്ലേ, പുറത്തൊക്കെ ഇറങ്ങിക്കുന്നത്. അതുപോലെ ഈശ്വരൻ ഇറങ്ങി വരുന്നത്. യവനെ പോലുള്ള മക്കള് മനുഷ്യര് ചെല്ലുമ്പോൾ ഈശ്വരൻ ഇറങ്ങിപ്പോവും. അതാണ് ആ ആശയത്തെ രസകരമായി അവതരിപ്പിക്കുന്നതാണ്, ഒരു ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നതായിട്ട് കണ്ടാൽ മതി. അതവൻ്റെ ഉള്ളിലെ കുറ്റബോധത്തിൽ നിന്ന്, പാപബോധത്തിൽ നിന്ന് തോന്നുന്നതാണ് ആ ഈശ്വരൻ്റെ ചിന്ത, ആ ചിത്രം. ഒരു നിഴൽ, ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങുന്നു. തൻ്റെ പ്രവൃത്തി, മനുഷ്യരുടെ ക്രൂരത ഈശ്വരനെ ചുട്ടുപൊള്ളിക്കുന്നു. ശാന്തതയില്ല, ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവൻ ആകെ തളരുകയാണ് അല്ലേ. അവസാനം അമ്പലത്തിലെത്തി ഈശ്വരന്റെ മുന്നിലും കുറ്റവാളിയായി, പാപിയായി, നിസ്സഹായനായി, സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, ഈശ്വരൻ പോലും കൈവിട്ട അവസ്ഥ. ഇപ്പം അത് ബോധ്യമായി. അല്ലെങ്കിൽ തന്നെ ഈ പ്രവൃത്തിക്ക് ആര് കൂട്ടുവയ്ക്കും അല്ലേ. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു, മടങ്ങാതെ വയ്യ. കവിത അവസാന ഭാഗത്തേക്ക് എത്തുക. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. നമ്മൾ പറയും പെരുക്കും പെരുക്കും, അവന് പെരുക്കും, മടങ്ങാതെ വയ്യ. നോക്കുക, തലപെരുപ്പിന് കാരണം നമുക്കറിയാം. എന്തെല്ലാം ഇല്ലേ, എന്തെല്ലാം ചിന്തകൾ. ഈ 3-4 സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ബാല്യത്തിൽ നിന്ന് ഇതേവരെയുള്ള യാത്ര, തൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര, ഒരു തിരിച്ചു യാത്ര ഇവൻ നടത്തുകയായിരുന്നു. നഷ്ടപ്പെട്ടു പോയ, മറന്നുപോയ പെറ്റമ്മയെ അവൻ തിരിച്ചെടുക്കുക. ബാല്യം വരെയുള്ള ഓർമ്മകളിലൂടെ, പഴയ നല്ല ചിന്തകളിലൂടെ. എന്നിട്ട് അവസാനം തലയ്ക്കകത്ത് എന്തോ പിരിക്കുന്നു, മടങ്ങാം, തിരിച്ചു പോകാം എന്ന് കരുതി ചില്ലുയർത്തുന്നു. ഗ്ലാസ്, കാറിന്റെ ചില്ല് ഉയർത്തുന്നു, തണുപ്പടിക്കുന്നു. അപ്പൊ ചില്ലുയർത്തുമ്പോൾ കരിമ്പണം ഓർമ്മ വന്നു. ചൂട്, വണ്ടിക്കകത്തെ ആ ചൂട്. ചൂടിനെ പറ്റി ചിന്തിച്ചപ്പോഴും പെട്ടെന്ന് ബാല്യത്തിലെ ചൂടാ. അന്നത്തെ ആ കാലം, ചൂട് പകർന്നു തന്ന അമ്മ, അമ്മയുടെ ചൂട്, കരിമ്പടം കൊണ്ട് പുറച്ചു കൊടുത്തത് അമ്മ, പള്ളയോട് ചേർത്ത് കിടത്തുന്നു അമ്മ, വയറ്റത്ത് പറ്റിക്കിടന്ന ചൂട്. നോക്ക്, ബാല്യത്തിലെ ആ ചൂട് മാത്രമല്ല, അതൊരു സുരക്ഷയാണ്, സംരക്ഷണമാണ്, സേഫ്റ്റി. അമ്മ ചേർത്ത് കിടത്തുന്ന, പുതച്ച് കിടത്തുന്ന കരിമ്പടം. എന്തുവാ? കമ്പിളിപ്പുതപ്പ്, കരിമ്പടം. ചകലാസ്, കീറിപ്പൊളിഞ്ഞ ചകലാസേ ഓർമ്മയുണ്ടല്ലോ 9 ആ, അതിൻ്റെ ചൂട്, കമ്പിളിയുടെ ചൂട്, മകനെ ചേർത്ത് കിടത്തും. കാച്ചെണ്ണയുടെ ഗന്ധം, അമ്മയുടെ മുടി, അമ്മ പുരട്ടുന്ന എണ്ണയുടെ ഗന്ധം, അമ്മയുടെ സാമീപ്യം. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഓലക്കൊടി പുകയ്ക്കുന്നു, ഓലക്കൊടി കത്തിക്കുന്നു. ഓലക്കാലേ, ഓലയുടെ അംശങ്ങളിട്ട് കത്തിച്ച് കാപ്പിയോ വെള്ളമോ എന്തോ തിളപ്പിക്കുന്നു, ചൂട് മാറ്റാൻ വേണ്ടി അവന് കൊടുക്കുക. അല്ലെങ്കിൽ ആ ചൂടത്തിച്ചിരി നേരെ ഇരിക്കുമ്പോൾ വെളുപ്പിനുള്ള ആ തണുപ്പിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ അമ്മ ചൂട് കൊടുത്ത രംഗങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അവൾ എന്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാ, മടങ്ങാതായ. ഇന്നും പഴി പറഞ്ഞേക്കും, അവൾ ഇന്നും പഴി പറയും. ഇന്നും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അപ്പൊ എന്നും പറയുന്നുണ്ട്, അവൻ എന്നും കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. ഇന്നും അവൾ പഴി പറയും. പക്ഷെ എന്നാലും വയ്യ, മടങ്ങാതെ വയ്യ. ഇനി തന്നെ കൊണ്ട് ഇതാവില്ലെന്ന് തിരിച്ചറിയുന്ന മകൻ അമ്മയും കൊണ്ട് മടങ്ങുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാനായി കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു. തിരിഞ്ഞ് അവസാനമായി അമ്മയെ ഒന്നുകൂടെ നോക്കുന്നു. എന്താ കണ്ടത്? എന്താണ് കണ്ടത്? അവസാനമായി തിരിഞ്ഞു നോക്കിയ മകൻ കണ്ടത് എന്താ? ഫാത്തിമ ഹാഷിം. ആ കാഴ്ച ഒന്ന് വർണ്ണിക്കൂ. ചരിഞ്ഞു കിടക്കുന്നു. പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ, അമ്മയുടെ കണ്ണുകൾ
ആ ഓക്കെ, ഒന്നുകൂടെ ഉണ്ട്. കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. ആ വാക്ക് അത് വളരെ പ്രധാനമാണ്. കണ്ണുകൾ അടയ്ക്കാതെ വെച്ചിരിക്കുന്നു. അമ്മ സീറ്റിലേക്ക് പൂർണ്ണമായി ചരിഞ്ഞു കിടക്കും. ചരിഞ്ഞു വീണു, സീറ്റിലേക്ക് അങ്ങ് വീണു. നേരത്തെ ഓരം ചരിഞ്ഞിരിക്കുക, ഇപ്പൊ വീണു. അമ്മ വീണു. ഓക്കെ, ക്ലിയറായി, വായനക്കാർക്ക് വ്യക്തമായി. അമ്മ പോയി. മറ്റേ കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞ പോലെ ഓരോ വിളിയും കത്ത് പോയി. മൂപ്പര് പോയി, ഇവിടെ മൂപ്പത്തി പോയി, അമ്മ മരണത്തിലേക്ക് പോയി എന്ന് വ്യക്തമായി. പക്ഷെ കണ്ണുകൾ നിർദ്ദയം. എങ്ങനെ? അടയ്ക്കാതെ വച്ചമ്മ. അടഞ്ഞിട്ടില്ല, കണ്ണടഞ്ഞിട്ടില്ല, കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നു. അതാ മകന് നേരെ നിൽക്കുന്നു. മകനെ കാണാനുള്ള ആർത്തിയാണോ, അതോ ഈ കാലത്തിനോടുള്ളൊരു ചോദ്യമാണോ? അടയാത്ത കണ്ണുകളിലൂടെ മരണം. ചിലർ പറയുന്നത് ആഗ്രഹം പൂർത്തീകരിക്കാതെ മരിക്കുമ്പോഴാണ് കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നത്. ചിലരുടെ വിശ്വാസം. പക്ഷെങ്കിലും നമുക്കത് ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് തോന്നിപ്പോവും. ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ. എന്തായാലും മകൻ്റെ അരികിൽ ഇരുന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടി, ഇല്ലേ? മകൻ്റെ സമീപത്ത് കിടന്ന് തന്നെ മരിച്ചു. അത്രയും ഭാഗ്യം. പക്ഷെ എന്തായാലും ആ ഒരു ചോദ്യചിഹ്നത്തോടെ, ആ നോട്ടത്തോടെ കവിത അവസാനിക്കുകയാണ്. ഇതാണ് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടി. അപ്പോൾ നിങ്ങൾ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കണം. നമ്മുടെ ഹോംവർക്ക് അതാണ്. എല്ലാ കുട്ടികളും ഈ കവിതയുടെ പ്രത്യേകതകളൊക്കെ ചേർത്ത് ഇതിലെ ചില പദപ്രയോഗങ്ങളും, കൈച്ചുള്ളി, രാക്കട മാത്രം ഉറങ്ങാതിരിക്കുന്നു, സൂചി പോലെ, ബാല്യത്തിലെ ഓർമ്മകളെയൊക്കെ ചേർത്തുകൊണ്ട് ആ മകൻ്റെ തിരിച്ചുവരവ്, ഒരു മകൻ, നഷ്ടപ്പെട്ട ഒരു മകൻ്റെ തിരിച്ചുവരവ്, അമ്മയെ മറന്നുപോയ മകൻ്റെ ഓർമ്മപ്പെടുത്തൽ, ഈ കാലഘട്ടത്തിൻ്റെ നേർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ ആശയങ്ങൾ ചേർത്ത് നല്ല ഒരു ആസ്വാദനക്കുറിപ്പ് എല്ലാ കൂട്ടുകാരും എഴുതുക, നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുക.